എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഞണ്ട് തോരൻ തയ്യാറാക്കിയെടുക്കാം. നല്ല ജീവനുള്ള ഞണ്ടിനെയാണ് കിട്ടിയേക്കുന്നത്. ജീവനുള്ള ഞണ്ടിനെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ എനിക്കിതിനെ കൈകാര്യം ചെയ്യാൻ ശകലം പേടിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് പപ്പയാണ് ഇതിനെ ക്ലീൻ ചെയ്തു തന്നത്. കഴുകി വൃത്തിയാക്കിയ ഈ ഒരു ഞണ്ടിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചാൽ കുറച്ച് നാൾ ഫ്രിഡ്ജിൽ കേടുകൂടാതെ ഇരിക്കും. ഫ്രീസറിലേക്ക് വെച്ചിരുന്നാൽ മതി. ഇനിയും ഇന്ന് നമുക്ക് ആവശ്യമുള്ളപ്പോൾ കറി വയ്ക്കാവുന്നതാണ്. ഞാനിപ്പം തോരൻ വയ്ക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ. മിക്കവാറും എല്ലാവരും ഈ തോടോടെ തന്നെ ഇട്ടാണ് തോരൻ വയ്ക്കുന്നത്. പക്ഷേ തോരനൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ തോടൊന്ന് മാറ്റിക്കഴിഞ്ഞ് ഈ ഒരു ഞണ്ട് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കാലിൻ്റെയൊക്കെ തോടെന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ളതാണ്. അന്നേരം അത് തോരൻ വയ്ക്കുമ്പോൾ ആ ഒരു തോട് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ്. ഇനി ശരീരഭാഗത്തെ തോട് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം, ഇറച്ചി തന്നെയായിട്ട് എടുക്കാം. പക്ഷേ ഞാൻ ആ തോട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിടുക. കാരണം അതിൻ്റെ ശരീരഭാഗത്തെ ആ ഒരു തോടിന് അത്ര കട്ടിയില്ലാത്തതാണ്. സാധാരണ ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവരും അത് കടിച്ച് ചവച്ചൊക്കെ കഴിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത് മാറ്റിയിട്ടില്ല. പക്ഷേ ഞണ്ടിൻ്റെ കാലിൻ്റെ ആ ഒരു തോടൊക്കെ മാറ്റി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കൊച്ചുള്ളി വേണം, അതും അരിഞ്ഞെടുക്കണം. അത് കഴിഞ്ഞ ശേഷം അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മാത്രം കടുക് പൊട്ടിച്ചെടുക്കാവുന്നതാണ്. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2-3 തണ്ട് കറിവേപ്പിലയാണ്. അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞെടുത്താണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് കൊച്ചുള്ളി അരിയാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ സവാള അരിഞ്ഞെടുത്താലും മതി. ആവശ്യത്തിന് തോരൻ ആവശ്യമായിട്ടുള്ള സവാളയോ 2 സവാള വല്ലതും എടുക്കുക, അത്രയും മാത്രം മതി. ഞാനിപ്പം കുറച്ചേറെ കൊച്ചുള്ളി എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കാന്താരി മുളകാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനിയും കാന്താരി മുളകിന് പകരം പച്ചമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ആ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഞണ്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രഷായിട്ട് മേടിക്കുന്ന ഞണ്ടാണെങ്കിലും ശരി, ഒന്ന് വേവിച്ച ശേഷം മാത്രം തോരൻ തയ്യാറാക്കാൻ തുടങ്ങുന്നതാണ് നല്ലത്. കാരണം ഞണ്ടിൻ്റെ കാലിൻ്റെയൊക്കെ ആ ഒരു ദശ എടുത്ത് തോരൻ തയ്യാറാക്കുന്നതാണ് നല്ലത്. കാലോടുകൂടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റി ആകില്ല. അതുകൊണ്ട് തന്നെ കാലിൻ്റെ ദശയൊക്കെ എളുപ്പം നമുക്ക് കിട്ടണമെങ്കിൽ ഞണ്ടൊന്ന് വെന്ത് വരണം. വേവിക്കാതെയുള്ള ഞണ്ടിൽ നിന്ന് ദശ എടുക്കാൻ പാടാണ്. അതുകൊണ്ട് തോരൻ തയ്യാറാക്കുന്നതിന് മുമ്പ് ഞണ്ടൊന്ന് വേവിച്ച് അതിൻ്റെ ദശ എടുത്തിട്ട് ശേഷം മാത്രം തോരൻ തയ്യാറാക്കുക. ഞണ്ടൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തു. ഉപ്പ് നോക്കിക്കോണം. കാരണം ഞണ്ട് വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂട്ടാണ് വേവിച്ചത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പം ഉപ്പ് നോക്കി കുറച്ച് ഉപ്പ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ തോരൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. പൊടികളായിട്ട് ഇത്രയും മാത്രമാണ് ഞാൻ ഈ ഒരു ഞണ്ട് തോരനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാലപ്പൊടിയോ അല്ലെങ്കിൽ പെരുംജീരകത്തിൻ്റെ പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് നമുക്ക് ഒന്നുകൂടെ യോജിപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞ ശേഷം പച്ചമാങ്ങ അരിഞ്ഞെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ പച്ചമാങ്ങയുടെ തൊലിയൊക്കെ നമ്മൾ ഈ മീനിനകത്തൊക്കെ ഇടാൻ നേരം കുറച്ച് ചെത്തിക്കളയത്തില്ല, അതുപോലെ തന്നെ ചെത്തിക്കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ ശേഷം ചെറുതായി അരിഞ്ഞെടുത്ത മാങ്ങയാണ് ഈ ചേർത്ത് കൊടുക്കുന്നത്. മാങ്ങയൊക്കെ നമ്മുടെ പുളിക്കനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാമേ. ഇനി മാങ്ങ വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുടംപുളി, നമ്മൾ മീനിനകത്തിടുന്ന കുടംപുളി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് ഇനിയും ചേർത്ത് കൊടുക്കേണ്ടത് 1/4 കപ്പ് തേങ്ങയാണ്. ഇത്രയും നന്നായി യോജിപ്പിച്ച ശേഷം നമുക്കൊന്ന് ചെറു തീയിൽ വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. വേവിച്ചെടുക്കാനല്ല, ആ ഒരു മസാലക്കൂട്ടെല്ലാം ഒന്ന് യോജിച്ച് വരാൻ വേണ്ടി മാത്രമാണ് അടച്ചു വെച്ചത്. 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് അടപ്പ് മാറ്റിയെടുക്കാം. അത് കഴിഞ്ഞ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ തക്കാളി, അതിനകത്തെ ആ ഒരു കുരുവൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം ചെറുതായി അരിഞ്ഞെടുത്ത ഒരു തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പക്ഷേ നമ്മൾ ഈ ലാസ്റ്റ് മാത്രമേ ചേർത്ത് കൊടുക്കാവേ. തക്കാളി വേണ്ടാന്നുള്ളവർക്ക് അത് ഒഴിവാക്കാം, ആ സ്റ്റെപ്പ് നിർബന്ധമല്ല. തക്കാളി വേണമെന്നുള്ളവർക്ക് മാത്രം അത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചേർത്ത ശേഷം തീ ഓഫ് ചെയ്ത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഞണ്ട് തോരൻ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു ഞണ്ട് തോരൻ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.